നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാത്തതിനെ ചൊല്ലി CPM-ഉം BJP-യും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. തിരുവനന്തപുരം മേയർ VV രാജേഷും മന്ത്രി V ശിവൻകുട്ടിയും ഇക്കാര്യത്തിൽ നേരിട്ട് കൊമ്പുകോർത്തു. മാലിന്യ നീക്കം പൂർണ്ണമായില്ലെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് മന്ത്രി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനെ വിമർശിച്ചിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് കോർപ്പറേഷന്റെ ചുമതലയാണ്, കോർപ്പറേഷന് മുകളിലാണ് സർക്കാർ എന്ന് മേയർ മനസ്സിലാക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഇടപെടേണ്ട കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നും കോർപ്പറേഷന്റെ കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും VV രാജേഷ് തിരിച്ചടിച്ചിരുന്നു. ഇതോടെയാണ് ഏറ്റുമുട്ടൽ രൂക്ഷമായത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനും മന്ത്രി RDOയെ ചുമതലപ്പെടുത്തി. നഗരത്തിലെ മാലിന്യ നീക്കം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ച് DYFI ആറ്റുകാൽ കൗൺസിലർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതേസമയം വിമർശനം കടുത്തതോടെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞുള്ള മാലിന്യ നീക്കത്തിൽ വീഴ്ച വരുത്തിയ കോർപ്പറേഷനിലെ 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ കോർപ്പറേഷൻ നേതൃത്വം സ്ഥലം മാറ്റി. മണക്കാട് ജഗതി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. ഭരണ സൗകര്യാർത്ഥം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ മാറ്റി നിയമിക്കുന്നുവെന്നാണ് ഉത്തരവിലുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചതു മുതൽ ഭരണപരമായ കാര്യങ്ങളെ ചൊല്ലി പോരിലായിരുന്നു CPM-ഉം BJP-യും. മാലിന്യത്തോടെ അത് രൂക്ഷമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ നിർണായക നീക്കം. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ആക്രമിക്കാൻ ഇറാനെ സഹായിക്കുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങൾ റഷ്യ കൈമാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിൽ റഷ്യയുടെ നേരിട്ടുള്ള ആദ്യ ഇടപെടലായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ US സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇറാന് കൈമാറിയത്. അതേസമയം ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് റഷ്യ നിർദ്ദേശിക്കുന്നില്ലെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഭൂട്ടാനിൽ നിന്നുള്ള അനധികൃത ആഡംബര കാർ കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. ബംഗാൾ ജൽപായ്ഗുഡി സ്വദേശി ബിശ്വദീപ് ദാസ് ആണ് പിടിയിലായത്. ഒരു IT കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറാണ് ബിശ്വദീപ് ദാസ്. ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്ന് അധികൃതർ പറഞ്ഞു. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയ ഓപ്പറേഷൻ നുങ്കോറിലൂടെയാണ് തട്ടിപ്പിന്റെ മുഖ്യകണ്ണിയെ കുടുക്കിയത്. ഇതിന്റെ ഭാഗമായി മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 15 ആഡംബര കാറുകൾ അധികൃതർ പിടിച്ചെടുത്തിരുന്നു. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കഴിഞ്ഞ വർഷം സിനിമാ താരങ്ങളുടെ അടക്കം 36 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിലേക്ക് കേസ് വ്യാപിച്ചതോടെ ഭൂട്ടാൻ റോയൽ കസ്റ്റംസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ സിലിണ്ടറിന് 922 രൂപയായി. വാണിജ്യ സിലിണ്ടറിന്റെയും വില കൂട്ടിയിട്ടുണ്ട്. 115 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് വില വർധന. അതേസമയം പാചകവാതക ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾ തെറ്റെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പയ്യന്നൂരിലെ മുൻ CPM നേതാവ് V കുഞ്ഞികൃഷ്ണന്റെ സഹോദരൻ കാർ അപകടത്തിൽ മരിച്ചു. ശനിയാഴ്ച രാവിലെയുണ്ടായ അപകടത്തിൽ പയ്യന്നൂർ സ്വദേശി V രാമചന്ദ്രനാണ് മരിച്ചത്. രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ രാമചന്ദ്രനെ കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പാലത്തിൽ കൂടിയുള്ള ആദ്യ KSRTC സർവീസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. 4 വശവും വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം ദ്വീപ് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട യാത്രാ ദുരിതത്തിനാണ് അറുതിയാകുന്നത്. 2016-17 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 100 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. കേരളത്തിൽ കായലിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണിത്. 1157 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും പാലത്തിനുണ്ട്. മന്ത്രിമാരായ P പ്രസാദ്, PA മുഹമ്മദ് റിയാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെ കോടതി വെറുതെ വിട്ടു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയാണ് നിർണായകമായ വിധി പ്രസ്താവിച്ചത്. 2002-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഹരിയാനയിലെ സിർസയിൽ വീടിന്റെ മുൻപിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകനായ രാംചന്ദർ ഛത്രപതി വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. തുടർന്ന് ഗുർമീത് റാം റഹീം സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാൾക്കെതിരെ വാർത്ത നൽകിയതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസ് കേസ്. കേസിൽ റാം റഹീം ശിക്ഷിക്കപ്പെട്ട് 7 വർഷത്തിനു ശേഷമാണ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് G സുധാകരനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയില്ല. മങ്കൊമ്പിലെ AC റോഡ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി നേരെ പോയത് പെരുമ്പളം പാലം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു. ഇതിന് പിന്നാലെ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ തത്സമയ സ്ട്രീമിംഗിലുള്ള FB ലൈവ് തന്റെ പേജിൽ നിന്ന് G സുധാകരൻ നീക്കി. തന്റെ അനുമതിയില്ലാതെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള അഡ്മിനാണ് FB ലൈവ് ഇട്ടതെന്ന് സുധാകരൻ പറഞ്ഞു. അതേസമയം പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് ക്ഷണിച്ചെങ്കിലും കാലിന് പരിക്കേറ്റ് വിശ്രമത്തിലായതിനാൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരിശങ്കർ, CS സുജാത എന്നിവർ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ കൂടുതൽ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി എത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു.
എരമല്ലൂരിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽ 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. ലോറിയിലിടിച്ച് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ശിവഗിരി മഠത്തിലെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്യാസിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 3/4 മണിക്കൂറോളം മഠത്തിൽ ചെലവഴിച്ച രാഹുൽ ശ്രീനാരായണ ഗുരുദേവ സമാധിയിൽ ദർശനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ശിവഗിരി മഠത്തിന്റെ നിലപാട് രാഹുലിനെ അറിയിച്ചതായി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. പിന്നാക്ക ജനവിഭാഗങ്ങൾ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുകയാണെന്നും അവരെ കൂടി പരിഗണിക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ രാഹുലിനോട് പറഞ്ഞു. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് സീറ്റ് അനുവദിക്കണമെന്ന ആവശ്യം രേഖാമൂലം രാഹുലിന് നൽകുകയും ചെയ്തു. അതേസമയം പേരുകളോ മണ്ഡലങ്ങളോ മഠം നിർദ്ദേശിച്ചിട്ടില്ലെന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി. MP-മാരായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, MLA-മാരായ PC വിഷ്ണുനാഥ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.